യെസ്, ലോക്സഭയിൽ പുതിയ ബിൽ അവതരിപ്പിച്ചതിന് ശേഷം ഓൺലൈൻ ഗെയിമിംഗ് ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭ വീണ്ടും ചേർന്നതാണ്. ഉച്ചയ്ക്ക് പിരിച്ചുവിട്ടിരുന്നു. പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധത്തിലാണ്. ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. സ്വാഭാവികമായിട്ടും വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിൽ ഒരു ബിൽ അവതരിപ്പിക്കുന്നത് തന്നെ ചട്ടവിരുദ്ധമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചർച്ച വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ബിൽ പ്രതിപക്ഷം കീറിയെറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനുള്ളിൽ തന്നെ മുദ്രാവാക്യമുള്ളിലൂടെ വലിയ ഏറ്റുമുട്ടൽ എന്ന രീതിയിലായിരുന്നു സഭ നേരത്തെ ഉണ്ടായിരുന്നത്. വീണ്ടും 5 മണിയോടുകൂടി സഭ ചേരുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 11 മണിവരെ, നാളെ രാവിലെ 11 മണിവരെ സഭ പിരിഞ്ഞു എന്നാണ് അറിയുന്നത്. ശക്തമായ പ്രതിഷേധം ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നാണ്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, എന്താണ് ഇപ്പോൾ സഭയിൽ സംഭവിച്ചത്? അതന്യ ഓൺലൈൻ ഗെയിമിംഗ് ബില്ലാണ് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിനിടയിലാണ് ഈ ബില്ല് ഇപ്പോൾ സഭ പാസാക്കിയിരിക്കുന്നത്. ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ചർച്ചയില്ലാതെ ബില്ല് പാസായിരിക്കുകയാണ്. പ്രതിപക്ഷം എന്തായാലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സഭക്കകത്ത് നടന്നിരുന്നു. അതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കിയത്. 3 ബില്ലുകൾ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാസാക്കിയിരുന്നു. അതിനുശേഷം 5 മണിക്ക് സഭ ചേരാൻ വേണ്ടി പിരിയുകയായിരുന്നു. 5 മണിക്ക് സഭ ചേർന്നത് ഈ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് പാസാക്കാനായിരുന്നു. നേരത്തെ അത് അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചിരുന്നു. അത് ചേരാൻ വേണ്ടിയാണ് വീണ്ടും ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയാണ് വീണ്ടും 5 മണിക്ക് ചേർന്നത്. എന്നാൽ 5 മണിക്ക് ഇപ്പോൾ ചേർന്നപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർന്നു. എന്നാൽ അതിനിടയിൽ ആ ബില്ല് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം എന്തായാലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബില്ല് പാസ്സാക്കിയതോടെ ഇന്നത്തേക്ക് സഭ ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ 11 മണിക്കായിരിക്കും സഭ വീണ്ടും ചേരുക. നാളെയും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് വളരെ പെട്ടെന്ന് കൊണ്ടുവന്നൊരു ബില്ലാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗം ചേരുകയും ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എംപിമാർക്ക് നൽകുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വലിയ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നത്. സഭ അവസാനിക്കാൻ ഈ 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഒരു അവതരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബില്ലാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിന്റെ ഒരു പ്രധാന ആരോപണമായി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിലൂന്നിയുള്ള പ്രതിഷേധമായിരുന്നു സഭക്കകത്ത് ഉണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ഈ ബില്ല് കീറി അമിത്ഷാക്ക് നേരെ എറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതിനെ തുടർന്ന് 50-ലധികം മാർഷൽമാർ ഈ സഭക്കകത്തേക്ക് കയറുകയും അമിത്ഷാക്ക് ഉൾപ്പെടെ സുരക്ഷ ഒരുക്കുകയുമെല്ലാം ചെയ്തിരുന്നു. ഇതും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ 3 ബില്ലുകളും ഇപ്പോൾ പാസ്സായി. അതോടൊപ്പം തന്നെ ഇത് JPCക്ക് വിട്ടിരിക്കുകയാണ്. ഈ ഭരണഘടനാ ഭേദഗതി നടത്തിയ ബില്ല് ഇനിയിപ്പോൾ JPCയുടെ പരിഗണനയ്ക്ക് വിട്ടു. JPCയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം വലിയ എതിർപ്പ് അറിയിച്ചതോടെയാണ് അത് JPCക്ക് വിടാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് എന്താണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം JPCയിൽ ചർച്ച ചെയ്യാമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ബില്ലിനെ എതിർത്തപ്പോൾ സ്പീക്കർ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്? ഈ ബില്ല് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്നായിരുന്നു സ്പീക്കർ സഭയിൽ അറിയിച്ചത്. എന്നാൽ പ്രതിപക്ഷം അവരുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി. വലിയ പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാധാരണ ഒന്നാം നിലയിൽ ഇരിക്കാറുള്ള അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കാനായിട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 3ാം നിരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്.